ഈ ഒരു ബെൻസ് നിങ്ങൾക്ക് 11 ലക്ഷം രൂപക്ക് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം ഈ വീഡിയോ ഒന്ന് കണ്ടോളി. 2014 മോഡൽ 15 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഈ ഒരു ബെൻസ്, അതും ഈ 250 ബ്ലാക്ക് ബ്യൂട്ടി നിൽക്കുന്ന ഈ വാഹനം റീ രജിസ്ട്രേഷനാണ്. നിലവിൽ 3rd ഓണർഷിപ്പാണ്. ഈ വീഡിയോ കുറച്ച് നേരം കാണാൻ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ ഫുള്ളായിട്ട് പറഞ്ഞില്ല. റീ രജിസ്ട്രേഷൻ വാഹനങ്ങൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും കുറച്ച് വർക്കുകൾ പെൻഡിങ് ഉണ്ടാവും. സ്വാഭാവികമാണ്. ഇങ്ങനെ മോഡൽ കുറഞ്ഞ വാഹനങ്ങളൊക്കെ ആകുമ്പോൾ ഏകദേശം അതിൻ്റെ വർക്കുകളൊക്കെ എടുത്തൊരു ബില്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. 1.5 ലക്ഷം റുപ്യേൻ്റെ വർക്ക് എടുത്ത ബില്ലും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുതിയ ബാറ്ററിയാണ്. അത്യാവശ്യം ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം. 1,41,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ 2 ഗ്ലാസുകൾ റീപ്ലേസ് ഉണ്ട്. വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഹിസ്റ്ററി 2019 95,000 കിലോമീറ്റർ വരെ കമ്പനി സർവീസിൻ്റെ ഹിസ്റ്ററി ഉണ്ട്. ബാക്കിയുള്ള ഹിസ്റ്ററി കിലോമീറ്റർ കാര്യങ്ങളൊന്നും നമുക്ക് ഗ്യാരണ്ടിയും തരാൻ പറ്റില്ല. കാരണം റീ രജിസ്ട്രേഷൻ വാഹനങ്ങൾ നമ്മൾ ആരും ഒരു ഗ്യാരണ്ടി പറഞ്ഞിട്ടും കൊടുക്കാൻ പാടില്ല. കാരണം അത് കറക്റ്റ് കിലോമീറ്റർ ആവില്ല എന്ന് എല്ലാവർക്കും അറിയാം, എടുക്കാൻ പറ്റുന്ന ആൾക്കാർക്കും അറിയാം. അപ്പോൾ 11 ലക്ഷം രൂപക്കാണ് ഈ വാഹനം നമ്മൾ കൊടുക്കാൻ പോകുന്നത്. നല്ല പ്രൊഫൈലിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം 9 ലക്ഷം രൂപ വരെ ലോണും പാസ്സാവാൻ സാധ്യതയുണ്ട്. 2014-15 മോഡലിൽ ഈ ഒരു വാഹനം നിലവിൽ 10-12 വർഷം പഴക്കമുണ്ടെങ്കിലും അത്യാവശ്യം ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. ഇതിൽ സൺറൂഫും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഇതിൽ എല്ലാ ഭാഗങ്ങളും കാണിക്കാം. അതുപോലെ തന്നെ ഇതിൽ വർക്ക് കാര്യങ്ങളൊക്കെ മെക്കാനിക്കലി വർക്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയിലെ KCM എന്ന സ്ഥാപനത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈ വാഹനം 3rd ഓണർഷിപ്പ് ആവാനുള്ള കാരണം ഇവരെ പേരിൽ അവിടെ ഡോർ അഡ്രസ്സിൽ ആദ്യം മാറ്റി പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് KL10 ഇവിടെ നമ്പറാക്കിയതാണ്. അല്ലാതെ കൂടുതൽ ആളുകൾ എന്ത് ചെയ്തിട്ടില്ല, കൈമാറി ഉപയോഗിച്ചില്ല. സിംഗിൾ ഓണർഷിപ്പിൽ നിന്ന് 2ാമത്തെയും 3ാമത്തെയും ഓണർഷിപ്പ് ഇവരുടെ പേരിൽ തന്നെയാണ് മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ വാഹനം അത്യാവശ്യം ഓൾമോസ്റ്റ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് വരിക, നേരിട്ട് ചെക്ക് ചെയ്യുക, എന്നിട്ട് എടുക്കുക. കാരണം ഈ വാഹനം ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ 10-12 വർഷം പഴക്കല്ലേ ഒരു പ്രീമിയം വാഹനം, നമുക്ക് വാറണ്ടി കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യാൻ നോക്കുക. 11 ലക്ഷം രൂപയ്ക്ക് റീസണബിൾ പ്രൈസിൽ ഈ വാഹനം അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒരു 9 ലക്ഷം രൂപ വരെ ലോണും പാസ്സാവുന്ന ഒരു വാഹനമാണ്. അപ്പോൾ നേരിട്ട് വരിക, വാഹനം കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.